അപ്പോൾ നമ്മൾ എല്ലാവരും കാത്തിരുന്നിട്ടുള്ള SSC GD കോൺസ്റ്റബിളിൻ്റെ പുതിയൊരു അപ്ഡേറ്റ്, അതായത് പരീക്ഷ മാറ്റി വെച്ചിരിക്കുകയാണ്. പിന്നെ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാടധികം എക്സ്പെക്ടേഷൻ, സ്പെക്കുലേഷൻ, അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്കുണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ വലിയൊരു ചേഞ്ച് തന്നെ SSC ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കംപ്ലീറ്റ് വിവരങ്ങളാണ് ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് അപ്ഡേറ്റ് വന്നത് കാണാൻ സാധിക്കുന്നതാണ്. SSCൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇപ്പോൾ വന്നതേ ഉള്ളൂ. വന്ന ഉടനെ നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട്, എന്നിട്ട് നിങ്ങൾ അറിയിക്കുകയാണ്. കാരണം ഇവിടെ നമുക്ക് സ്ലോട്ട് സെലക്ഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. അപ്പോൾ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് 1 by 1 ആയിട്ട് നമ്മൾ പറയുന്നതായിരിക്കും. ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇതിന് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള B1, അതുപോലെ തന്നെ 1, 2, 3, 4, അതായത് B1 ഉം B2 നമുക്ക് ഇംഗ്ലീഷിലാണ് PDF വരുന്നത്. B3, B4 മലയാളത്തിലാണ് വരുന്നത്. നിങ്ങൾക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള PDF മെറ്റീരിയലും ലഭ്യമാണ്. കാരണം എക്സാം അടുത്തിരിക്കുകയാണ്. എന്തായാലും അത് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി മുതൽ 6 മാസത്തേക്ക് വരുന്ന എല്ലാം ഒരുമിച്ച് പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യം എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് താഴെ മനസ്സിലാക്കാൻ ലിങ്ക് താഴെയുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, പുതിയൊരു അപ്ഡേറ്റ് ആണ് വന്നിട്ടുള്ളത്. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ഫോർ GD കോൺസ്റ്റബിൾ, സെൻട്രൽ ആർമഡ് പോലീസ് ഫോഴ്സിൻ്റെയാണ് കേട്ടോ പറയുന്നത്. നമ്മുടെ GD കോൺസ്റ്റബിളിന് തന്നെയാണ് പറയുന്നത്. റൈഫിൾമാൻ എക്സാമിനേഷൻ 2026 വിച്ച് ആസ് ഷെഡ്യൂൾഡ് ഫ്രം 23-ാം തീയതി ഫെബ്രുവരി 23 മുതൽ തുടങ്ങേണ്ടതായിരുന്നു. പക്ഷേ അതിപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, മാറ്റി വെച്ചിട്ടുണ്ടെന്നാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ ഫ്രഷ് ഡേറ്റ്, പുതിയ ഡേറ്റ് ഉടനെ തന്നെ നമ്മൾ അറിയിക്കുന്നതായിരിക്കും എന്നുള്ളൊരു കാര്യമാണ്. അനൗൺസ് ചെയ്യുന്നതായിരിക്കും അല്ലെങ്കിൽ അറിയിക്കുന്നതായിരിക്കും എന്നുള്ള കാര്യമാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. അതുപോലെ തന്നെ സ്ലോട്ട് സെലക്ഷൻ്റെ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണം. ദി സ്ലോട്ട് സെലക്ഷൻ ഫെസിലിറ്റി, അതായത് നമുക്ക് സ്ലോട്ട് സെലക്ഷൻ ഫെസിലിറ്റി വിൽ നോട്ട് ബി ആപ്ലിക്കബിൾ ഫോർ ദീസ് എബോ എക്സാം. ഈ ഒരു എക്സാമിനേഷന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ട, സ്ലോട്ട് സെലക്ഷൻ ചെയ്യേണ്ട എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് അഡ്മിറ്റ് കാർഡും കാര്യങ്ങളൊക്കെ വരുന്നത്, പണ്ട് എങ്ങനെയാണ് എക്സാം വരുന്നത് അതേ രീതിയിൽ തന്നെ ദി സിറ്റി ലൈവ് വിൽ ബി മെയ്ഡ് 8 മുതൽ 10 ദിവസം മുമ്പ് വരെ, അതായത് 10 മുതൽ 8 ദിവസം മുമ്പ് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ സിറ്റി എവിടെയാണ് പരീക്ഷ നടക്കുന്നത് എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, പുതിയ എക്സാം ഡേറ്റ് ഇപ്പോൾ അടുത്ത മാസം 1-ാം തീയതി ആണെന്ന് വിചാരിക്കുക. അതിന് 10 മുതൽ അല്ലെങ്കിൽ 10 മുതൽ 8 ദിവസം മുമ്പ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 1-ാം തീയതി പരീക്ഷ ഉള്ളവർക്ക് അറിയാൻ പറ്റും. 1-ാം തീയതി അല്ല കേട്ടോ പരീക്ഷ ഡേറ്റ് പുതിയൊരു കലണ്ടർ SSC പുറത്തു വിടും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഇവിടെ 8 മുതൽ 10 ദിവസം മുമ്പ് നമുക്ക് എവിടെയാണ് നമ്മുടെ പരീക്ഷ നടക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ചെക്ക് ചെയ്തുകൊണ്ടിരിക്കേണ്ട വരും വെബ്സൈറ്റ്. അതുപോലെ തന്നെ അതിനുശേഷം നമുക്ക് പറയുന്ന കാര്യം, അഡ്മിഷൻ സർട്ടിഫിക്കറ്റ് ഫോർ ദി കാൻഡിഡേറ്റ് വിൽ ബി ജനറേറ്റ് 2 മുതൽ 3 ദിവസം, 3 ദിവസം പറയുന്നുണ്ടെങ്കിലും ഏകദേശം 1.5 ദിവസം മുമ്പൊക്കെയാണ് നമുക്ക് പരീക്ഷയുടെ അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്ത് ലഭിക്കുക. അതിൽ നിങ്ങൾ വെറീഡ് ആവേണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കണം. 1.5 ദിവസം പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണം. 1.5 ദിവസം എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 30 മണിക്കൂർ അല്ലെങ്കിൽ ഏകദേശം 2 ദിവസത്തിൻ്റെ അടുത്ത് പറയാം, അല്ലെങ്കിൽ 24 മണിക്കൂറിൻ്റെ അടുത്തൊക്കെ, 1 ദിവസത്തിൻ്റെ അടുത്തൊക്കെ ആയിട്ട് അഡ്മിറ്റ് കാർഡ് വന്നവരുണ്ട്. അപ്പോൾ അഡ്മിറ്റ് കാർഡ് എന്തായാലും 1 ദിവസം മുമ്പെങ്കിലും വരും. അതിൽ നിങ്ങൾ പാനിക് ആവേണ്ട, അത് പ്രത്യേകം പറയുകയാണ്. അപ്പോൾ അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്യുന്നതായിരിക്കും എന്നുള്ള കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ SSC GD കോൺസ്റ്റബിളിന് പഠിക്കുന്നവർക്ക് സന്തോഷ വാർത്തയാണ് വന്നിട്ടുള്ളത്. പിന്നെ 93,000-ൽ കൂടുതൽ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്ത കാര്യം നമ്മൾ മുൻപൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടും ഹാപ്പി ന്യൂസ് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അത് റിപ്പോർട്ട് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ആഡ് ചെയ്തിട്ടില്ല, ഇതിൽ ഉടനെ തന്നെ ആഡ് ചെയ്യും. അത്രയും വേക്കൻസി അവിടെ ഉണ്ട് എന്നുള്ള കാര്യം അത് മുമ്പ് ചെയ്ത വീഡിയോ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കേണ്ട.